ആഗോളതലത്തിൽ നടന്നൊരു മത്സരത്തിൽ മികച്ച വിജയം നേടി നമ്മുടെയൊക്കെ അഭിമാനമായി മാറിയ ഒരു മിടുക്കിയെ നമുക്ക് പരിചയപ്പെടാം. 2026 സെനഗലിൽ ദക്കാർ സമ്മർ യൂത്ത് ഒളിമ്പിക്സ് നടക്കുകയാണ്. അപ്പോൾ ആ ഒളിമ്പിക്സിൻ്റെ മെഡൽ ഡിസൈനിങ്ങിൽ മിന്നും വിജയം നേടിയിരിക്കുകയാണ് എലിശുഭ ജോ എബ്രഹാം. എങ്ങനെയാണത് കരസ്ഥമാക്കിയത്? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റി അറിയുന്നത് തന്നെ. അപ്പം ഇത് ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തൊരു ചാലഞ്ചാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് സമ്മർ യൂത്ത് ഒളിമ്പിക്സിന് ഇങ്ങനത്തെ ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നേടിയതിലും ആദ്യത്തെ ഒരു വുമൺ എന്ന രീതിയിലും ആൻഡ് മലയാളികൾക്ക് ഒരു പ്രൗഡ് മൊമെന്റ് കൊടുക്കാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് പൊസിഷൻ വന്നത് സ്പെയിനാണോ? അതെ, സ്പെയിനിലൊരു മത്സരാർത്ഥിക്കാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഗ്രീസിലൊരു മത്സരാർത്ഥിക്കാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കാണ് ഇന്ത്യയിൽ ഒരു മലയാളിക്കാണ് കിട്ടിയിരിക്കുന്നത്. എത്ര എൻട്രീസ് ഉണ്ടായിരുന്നു വേൾഡ് വൈഡ്? എനിക്ക് തോന്നുന്നു അറൗണ്ട് 109 സംതിങ് കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 700+ എൻട്രീസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമുക്ക് ആദ്യം ബെസ്റ്റ് 30 എന്നുള്ള ഷോർട്ട് ലിസ്റ്റ് വരും. ആൻഡ് അതിൽ നിന്ന് പിന്നെയും അവർ നമ്മുടെ പ്രോസസ്സും നമ്മുടെ കോൺസെപ്റ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളെ ടോപ്പ് 5 നമ്മളെ സെലക്ട് ചെയ്യും. എന്താണ് പഠിച്ചിരിക്കുന്നത്? ഞാൻ ബാച്ചിലർ ഓഫ് ഡിസൈനാണ് ഗ്രാജുവേറ്റ് ആയിരിക്കുന്നത്. ഞാൻ കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ 2025 ബാച്ച് ഗ്രാജുവേറ്റ് ആണ്. എന്താണ് ഡിസൈൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റിസർച്ച് അറിഞ്ഞിരിക്കണം. ഒളിമ്പിക്സിൻ്റെ പാസ്റ്റ് ഡിസൈനേഴ്സിൻ്റെ മെഡൽസിനെ പറ്റി പഠിച്ചു, അവരുടെ വാല്യൂസിനെ പറ്റി പഠിച്ചു. അപ്പം അങ്ങനെ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ എന്താണ് ഡിസൈൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ സെലിബ്രേഷൻ എന്നുള്ളൊരു തീമിലേക്ക് എത്തി. ബിക്കോസ് ഇത്തവണത്തെ മോട്ടോ ആണ് ആഫ്രിക്ക വെൽക്കംസ് ദക്കാർ സെലിബ്രേറ്റ്സ്. ബിക്കോസ് ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഒളിമ്പിക്സ് നടത്തുന്നത്. അപ്പം അതിൻ്റെ ഒരു വലിയ ഹിസ്റ്റോറിക് സെലിബ്രേഷൻ കാണിക്കണം, എല്ലാ വിന്നേഴ്സിൻ്റെ ഒരു ഹിസ്റ്റോറിക് സെലിബ്രേഷൻ കാണിക്കണം. ആൻഡ് അതുമാത്രമല്ല കിട്ടുന്ന വിന്നറിന് ആ ഒരു കൺട്രിയോടൊരു കണക്ഷൻ തോന്നണം ആ ഒരു മെഡൽ കിട്ടുമ്പോൾ. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ ഗോൾസ്. ആ ഒരു മെഡൽ ഡിസൈൻ ചെയ്യാൻ തീമില്ല, ദക്കാർ യൂത്ത് ഒളിമ്പിക്സ് ആയിട്ട് റിലേറ്റബിൾ ആയിരിക്കണം എന്ന് മാത്രമാണ് അവർ പറഞ്ഞിരുന്നുള്ളൂ. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഡിസൈനർ ആവണം. ആൻഡ് എനിക്ക് ഡിസൈൻ എന്നൊരു മീഡിയത്തിലൂടെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് കൊണ്ടുവരുത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. താങ്ക് യു. എന്തായാലും എലിശുഭയ്ക്ക് കൂടുതൽ മുന്നേറാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കാനുള്ളത്. ഇത്തരം സാധ്യതകളൊക്കെ തന്നെ ഒട്ടനവധിയുണ്ട്. അതൊക്കെ എവരും പ്രയോജനപ്പെടുത്തുക എന്നതുകൂടിയാണ് അവർ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന ഒരു മാതൃകയും ഒരു സന്ദേശവും. ക്യാമറമാൻ ജോയ്സി ആറിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ചെറിയൊരു നേട്ടമല്ല അല്ലേ? യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസിന്റെ മെഡൽ ഡിസൈനിങ്ങിൽ 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 700-ലധികം എൻട്രികൾ വരുന്നു. അതിൽ ഒരാൾ 3-ാം സ്ഥാനം കരസ്ഥമാക്കുമ്പോൾ അത് വലിയൊരു നേട്ടം തന്നെയാണ്. എസ് രാഗിനാണ് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്കൊപ്പം ചേർന്നത്. രാഗിൻ, ഈ നേട്ടം കരസ്ഥമാക്കിയത് ഒരു ഇന്ത്യക്കാരി, ഒരു മലയാളി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനം അല്ലേ രാഗിൻ? ആനിമേഷൻ രംഗത്ത് അത്ഭുതങ്ങൾ തീർക്കുന്ന അതിഥി കൃഷ്ണദാസ് എന്ന പെൺകുട്ടിയുടെ വിശേഷങ്ങൾ നാം അടുത്തിടെ കണ്ടിരുന്നു. ഇവിടെ എലിശുഭ ജോ എബ്രഹാം ഡിസൈനിങ് രംഗത്താണ് അത്യന്തം മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നത്. അത് കേവലം ഒരു ചെറിയ ക്യാൻവാസിലായിരുന്നില്ല മത്സരം, വളരെ വലിയൊരു ക്യാൻവാസിലായിരുന്നു മത്സരം. ഒരുപാട് പേർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ മാറ്റുരയ്ക്കുന്ന ഒരിടത്ത് അത്യന്തം ഗംഭീരമായി മുന്നോട്ട് വരികയും വിജയക്കൊടി പാറിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് എലിശുഭ. അത് കേവലം എലിശുഭയ്ക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു നേട്ടം മാത്രമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനമാണ്. മലയാളക്കരയ്ക്കാകെ ഒരു മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ നേട്ടം കൈവരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും വലിയൊരു പ്രചോദനമാണ് ഏവർക്കും എലിശുഭ സമ്മാനിക്കുന്നത്. നമ്മളിൽ പലരും ഇത്തരം വലിയ ക്യാൻവാസിൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ നടക്കുന്നൊരു മത്സരത്തിൽ നമുക്ക് പങ്കെടുത്താൽ കിട്ടുമോ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ തന്നെ പലരുടെയും മനസ്സിലൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, ആ ചിന്തയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം സാധിക്കും എന്ന ചിന്തയോടുകൂടി പോകാൻ, അങ്ങനെ പോയി കഴിഞ്ഞാൽ വിജയം ഉറപ്പാണ് എന്ന ഒരു കാര്യവും കൂടിയാണ് എലിശുഭ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ആ മുന്നേറ്റ മികവ് കൊണ്ട് കാണിച്ച് തരുന്നത്. അങ്ങനെ എവിടെ മത്സരിച്ചാലും അല്ലെങ്കിൽ ആ മത്സരത്തിൽ തന്നെ പങ്കെടുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തു, വലിയ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഇരട്ടി മധുരമാണ് ഒക്കെ ലഭിച്ചിരിക്കുന്നത്.
കൂടാതെ തന്നെ ഇതിൽ ഒരു റിസർച്ചിൻ്റെ ചിന്തയുടെ ഒരുപാട് തലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് റിസർച്ച് നടത്തി ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, മറിച്ച് അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം നടത്തി ആ രീതിയിൽ മുന്നോട്ട് വരിക കൂടിയാണ് എലീശുബ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏവർക്കും ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വലിയ മുന്നേറ്റം എലീശുബയ്ക്ക് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയട്ടെ. ഒപ്പം ഇത് കണ്ട് ഏവർക്കും ഈ രീതിയിലേക്ക് വരാനും സാധിക്കട്ടെ. എന്തായാലും ഒരു എലീശുബ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ അല്ലെ? ഇതുപോലെ ഡിസൈനിങ് ഒക്കെ കോഴ്സൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ പലർക്കും ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട് എന്ന കാര്യവും അറിയില്ലായിരിക്കും. എലീശുബ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം വഴി എന്തോ ആണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്ന കാര്യം അറിയുന്നതും അതിൽ പങ്കെടുക്കുന്നതും ഇങ്ങനെ ഒരു മികച്ചൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. അതിന് വലിയ അഭിനന്ദനം നേരുകയാണ്. ഒപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ് എലീശുബയ്ക്ക്. ശരി.